നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 20 സൈക്കോളജിക്കൽ ഫാക്റ്റാണ് ഇന്നിവിടെ പറയുന്നത്. 1. ആവശ്യബോധം വെറുപ്പുളവാക്കുന്നതാണ്. ഒരു ബന്ധത്തിനായി നിങ്ങൾ എത്രത്തോളം പിന്നാലെ പോകുന്നുവോ അത് വിജയിപ്പിക്കാനുള്ള സാധ്യതയും കുറയും. 2. നിങ്ങൾ ദയ കാണിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ചായിരിക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ദയ കാണിക്കുന്നത്. 3. ആളുകൾ എപ്പോഴും കള്ളം പറയുന്നു. വ്യാജ കഥകൾ പറയുന്നതിനു പകരം അവരെ അലട്ടുന്ന സത്യത്തിൻ്റെ ചില ഭാഗങ്ങൾ അവർ സൗകര്യപൂർവം ഒഴിവാക്കുന്നു എന്ന് മാത്രം. 4. നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് മിക്ക വാണിജ്യവാദങ്ങളും നമ്മുടെ യുക്തിയേക്കാൾ നമ്മുടെ വികാരങ്ങളെ ആകർഷിക്കുന്നതിന് മുൻഗണന നൽകുന്നത്. 5. മിക്ക ആളുകളും വേദന ഭേദമാക്കുന്നതിനുള്ള പ്രായോഗിക ഉപദേശത്തിനു പകരം ഉടനടി വേദന ലഘൂകരിക്കുന്നതിനാണ് വൈകാരിക പിന്തുണ തേടുന്നത്. 6. നിങ്ങൾ വളരെ കഴിവുള്ള ഒരു പ്രതിഭയല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പഠിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. 7. വിചിത്രനായിരിക്കുക എന്നത് ഒരു ഗുണമാണ്. വിചിത്രമായി പെരുമാറുക എന്നത് ഒരു പോരായ്മയാണ്. ശരാശരിക്ക് ചേരാത്തതിനെ സമൂഹം നിഷ്കരുണം മായ്ച്ചു കളയുന്നു. 8. എല്ലാവരും സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം നോക്കിയാണ് മുന്നോട്ട് പോകുന്നത്. സഹതാപം കൊണ്ട് കളിക്കുന്നതും സ്വയം ഒരു ഇരയായി ചിത്രീകരിക്കുന്നതും ഒരിക്കലും നടക്കില്ല. പകരം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. 9. മിക്ക ആളുകളും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അവർ അങ്ങനെ അഭിനയിക്കുക മാത്രമാണ്, നിങ്ങൾ അവർക്ക് നൽകാൻ കഴിയുന്ന രസകരമായ ഗോസിപ്പുകൾ പ്രതീക്ഷിച്ച്. 10. മനുഷ്യർ സ്വയം സംഘടിപ്പിക്കുന്ന രീതിയെ ഒരു സംവിധാനത്തിനും പരിഹരിക്കാനാകില്ല. ശക്തർ ദുർബലരെ ചൂഷണം ചെയ്യുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 11. നല്ല പ്രശസ്തി നേടിയാൽ അവർ നല്ല ആളുകളാണെന്ന് അർത്ഥമാകുന്നില്ല. അതിനർത്ഥം അവർ നല്ല മറച്ചുവെക്കുന്നവരാണെന്നാണ്. എല്ലാവരും വൃത്തികെട്ടതും ഒഴിവാക്കാനാവാത്തതുമായ രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നു. 12. മിക്ക ആളുകളും നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളോടൊപ്പമുള്ളപ്പോൾ അനുഭവിക്കുന്ന വികാരങ്ങൾ അവർക്ക് ഇഷ്ടമാണ്. അത് വലിയൊരു വ്യത്യാസമാണ്. 13. നമ്മൾ മിക്ക സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടുന്നത് അവരെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ നൽകുന്ന സാമൂഹിക സ്ഥിരീകരണം കൊണ്ടാണ്. 14. ഒരു ശരാശരി മനുഷ്യൻ മര്യാദയുടെ കിണിയിൽ വീഴുന്നത് അവൻ്റെ ആത്മാഭിമാനം എക്കാലത്തെയും താഴ്ന്ന നിലയിലായതുകൊണ്ടാണ്. 15. മറ്റുള്ളവരുടെ മുന്നിൽ പരാതിപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസ്യതയില്ലായ്മയും അലോസരവും മാത്രമേ കാണിക്കൂ. കൂടാതെ അതൊരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അർത്ഥവത്തായ പരിഹാരങ്ങളിലേക്ക് നയിക്കില്ല. 16. നിർഭാഗ്യവാനായ ആളുകൾക്ക് ദൗർഭാഗ്യം സംഭവിക്കുന്നില്ല. അവർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിധിയെ കുറ്റപ്പെടുത്താൻ പ്രവണത കാണിക്കുന്നു. 17. ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത് പോലെ പ്രതിഫലദായകമല്ല സത്യം. 18. ക്ഷമാപണം തുടക്കത്തിൽ സഹതാപം ജനിപ്പിച്ചേക്കാം, പക്ഷേ ഒടുവിൽ അത് ദീർഘകാലം നിലനിൽക്കുന്ന അവജ്ഞയും സംശയവും വളർത്തുന്നു. 19.
പൊള്ളയായ വാഗ്ദാനങ്ങളോ വെറും സ്വപ്നങ്ങളോ ഉന്നതമായ അഭിലാഷങ്ങളോ അല്ല, മറിച്ച് പ്രവർത്തനത്തെ നിർബന്ധിക്കുന്ന ആവശ്യകതയുടെ പ്രാഥമികവും ജീവൽ പ്രധാനവുമായ പ്രേരണയാണ്. 20. നിങ്ങൾക്ക് പ്രചോദനമില്ലെന്നും അച്ചടക്കമില്ലെന്നും തോന്നുന്ന ആ മോശം ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നിലവാരത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലെത്തിപ്പെടും. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ നിലവാരം വർദ്ധിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.